നമസ്കാരം. ലങ്കയിലെ രാജാവായി തീർന്ന രാവണൻ്റെ ചില കഥകൾ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. രാജാവായപ്പോൾ രാവണൻ എന്തു ചെയ്തെന്നോ? എപ്പോഴും ഉറങ്ങുന്ന തൻ്റെ അനിയൻ കുംഭകർണന് ഉറങ്ങാനായി ഒരു ഉറക്കറ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അനുജൻ്റെ കാര്യത്തിൽ രാവണന് വളരെ സങ്കടമായിരുന്നു. എത്രയും ശക്തനായ തൻ്റെ അനുജനാണല്ലോ സദാസമയവും ഉറങ്ങുന്നത്. ഇതിനൊരു പരിഹാരം വേണമെന്നാലോചിച്ച് രാവണൻ വീണ്ടും ബ്രഹ്മദേവനെ സേവിച്ചു പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് തൻ്റെ സങ്കടമുണർത്തിച്ചു. ഇത്രയും മിടുക്കനായ എൻ്റെ അനുജൻ എപ്പോഴും ഉറങ്ങുന്നു. അവനെക്കുറിച്ച് എനിക്കെപ്പോഴും ആധിയാണ്. അവൻ്റെ ജന്മം തന്നെ വെറുതെ ആയിപ്പോയി. ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണേ ഭഗവാനേ എന്ന്. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, എങ്കിൽ 6 മാസം കഴിഞ്ഞാൽ ഒരു ദിവസം അവൻ ഉണർന്നിരിക്കും. ആ ഒരു ദിവസം അവൻ അജയ്യനായിരിക്കും. ഇനി 6 മാസത്തെ ഉറക്കത്തിനിടയിൽ ആരെങ്കിലും അവനെ എഴുന്നേൽപ്പിച്ചാലോ? ആ ദിവസം അവന് തോൽവി സംഭവിച്ചെന്നും വരാം. ഇത്രയേ എനിക്ക് ചെയ്യാൻ കഴിയൂ എന്ന്. ബ്രഹ്മദേവനിൽ നിന്ന് വരം ലഭിച്ചതും ലങ്കാരാജ്യത്തിൻ്റെ രാജാവായതും രാവണൻ്റെ അഹങ്കാരം വർദ്ധിപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും ഉപദ്രവിച്ച് ആരെയും വകവയ്ക്കാതെ ദശാനനൻ കഴിഞ്ഞു. ഒരു ദിവസം നായാട്ടിനായി കൊടുങ്കാട്ടിൽ പോയ രാവണൻ കാട്ടിലൂടെ നടക്കുന്ന മയനെ കണ്ടു, കൂടെ ഒരു കന്യകയെയും. അപ്പോൾ രാവണൻ ചോദിച്ചു, താങ്കൾ ആരാണ്? എന്തിനാണ് ഈ കൊടുങ്കാട്ടിലൂടെ നടക്കുന്നത് എന്ന്. അപ്പോൾ മയൻ പറഞ്ഞു, എൻ്റെ പേര് മയൻ എന്നാണ്. അപ്സര സ്ത്രീയായ ഹേമയാണ് എൻ്റെ ഭാര്യ. ഇത് ഞങ്ങളുടെ മകൾ മണ്ഡോദരി. ഇവൾക്കിപ്പോൾ കല്യാണപ്രായമായി. ഇവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ യോഗ്യനായ ഒരു പുരുഷനെ തിരഞ്ഞിറങ്ങിയതാണ്. നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. രാവണൻ സ്വയം മയന് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മകളെ താൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. പാവം മയൻ രാവണൻ നല്ലവനാണെന്നും വിചാരിച്ച് മകളെ വിവാഹം ചെയ്തു കൊടുത്തു. സ്ത്രീധനവും കൊടുത്തു. കൂടാതെ ഒരു വേലും നൽകി. അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ മകൾ വജ്രജ്വാലയെ കുംഭകർണൻ വിവാഹം ചെയ്തു. ശൈലൂഷണൻ എന്ന ഗന്ധർവൻ്റെ മകളായ സരമയെ വിഭീഷണനും, സഹോദരിയായ ശൂർപ്പണഖയെ വിദ്യുജിഹ്വന് കല്യാണം ചെയ്തു കൊടുത്തു. രാവണന് ഒരു മകനുണ്ടായി. മേഘനാദം പോലെ കരയുന്ന അവന് മേഘനാഥൻ എന്ന് പേരിട്ടു. സഹോദരങ്ങളോടും മക്കളോടും കൂടെ രാവണൻ ലങ്കയിൽ കഴിഞ്ഞു. ദേവന്മാരെയും മറ്റുള്ളവരെയും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു.